ബാബേട്ടാ നമസ്കാരം. നമുക്ക് കോഴിക്കോട് മണ്ഡലത്തിലെ എന്താ ഇപ്പോൾ ഇനി ഇലക്ഷന് ഇനിയിപ്പോൾ 5-6 ദിവസമേ ബാക്കിയുള്ളൂ അല്ലേ? എന്താ കോഴിക്കോട് മണ്ഡലത്തിലെ ഒരവസ്ഥ എന്താ? കോഴിക്കോട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി MK രാഘവൻ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ നല്ല വിജയം കൈവരിക്കും തന്നെയാണ്. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒന്ന് പറയട്ടെ, കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് ഒരു 85,000 അല്ലേ, ഏതാണ്ട് ഒരു 85,000 ഭൂരിപക്ഷത്തിലാണ് രാഘവേട്ടൻ ജയിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷം UDF ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്താൻ പോകുന്നു എന്ന ഒരു പ്രതീതി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊന്ന് ശബരിമല ഇഷ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരു ഇഷ്യൂകളുടെ ഒരു അടിസ്ഥാനത്തിലാണ് പിന്നെ രാഘവേട്ടൻ്റെ സ്വാഭാവികമായിട്ടും ഒരു ജനപ്രിയ ഒരു മുഖം ഉണ്ടല്ലോ, അങ്ങനെ ഏതാണ്ട് ഒരു 1 ലക്ഷത്തിനടുത്ത വോട്ടിനാണ് 85,000 വോട്ടിനാണ് രാഘവേട്ടൻ ജയിക്കുന്നത്. പക്ഷേ ഈ 5 വർഷം കഴിയുമ്പോൾ സ്ഥിതിഗതികൾ മാറി. കഴിഞ്ഞ പ്രാവശ്യത്തെ അങ്ങനത്തെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു നിഗമനത്തിൽ, എൻ്റെ നിഗമനമല്ല, സ്വാഭാവികമായും നമ്മൾ മാധ്യമങ്ങളൊക്കെ നമുക്ക് തരുന്നൊരു ചിത്രം എന്ന് പറയുന്നത് അടുത്ത പ്രാവശ്യവും BJP തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്. അതിപ്പോൾ 370 ആണോ 400 ആണോ അല്ലെങ്കിൽ അതിനേക്കാളും കുറയോ എന്നുള്ളതാണ് ഒരു ഡിബേറ്റബിൾ ഇഷ്യൂ. അതല്ലാതെ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്ന് ഒരു പക്ഷേ ബാബേട്ടൻ അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. പക്ഷെ ജനറലായിട്ട് അങ്ങനെ ഒരു ട്രെൻഡ് ഉള്ളത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ രാഘവേട്ടന് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു വിജയം സുഗമമാണോ? ആദ്യം തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം ഞാനോട് പറയാം. ഈ ഇന്ത്യ സഖ്യം വിജയിക്കോ ഇല്ലെന്ന് ഞങ്ങൾക്ക് ഒരു സംശയമില്ല. കാരണം എന്താണെന്നറിയോ, കഴിഞ്ഞ തവണ എല്ലാ പ്രതിപക്ഷ കക്ഷികളും മാറിയിട്ടാണ് മത്സരിച്ചിട്ടുള്ളത്. ഇന്ന് പിന്നെ കോൺഗ്രസ് ആക്കാത്തിற்கு ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തു. പിന്നെ UP ബീഹാറിലാണെങ്കിലും മധ്യപ്രദേശിലും എന്തിനധികം പശ്ചിമ ബംഗാളിലടക്കം ഞങ്ങൾ വിട്ടുകൊടുക്കുക ചെയ്ത സീറ്റൊക്കെ. ഞങ്ങൾ ആകെ മത്സരിക്കുന്നത് 300 സീറ്റുകളിലാണ്. എന്തുകൊണ്ടാണെന്നറിയോ, ഇതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി. അങ്ങനെ വരുമ്പോൾ ഈ എല്ലാ സംസ്ഥാനത്തും നല്ല വിജയസാധ്യതയാണുള്ളത്. ഇത്തവണ ഈ 370-400 കിട്ടൂല BJPക്ക്. സ്വാഭാവികമായിട്ടും ഭരിക്കാനുള്ള ഭൂരിപക്ഷം 2009 പോലെ അന്ന് ഇന്ത്യ തിളങ്ങുന്നതിന് മുദ്രാവാക്യമായിട്ട് വാജ്പേയി വന്ന സമയത്ത് ഫലമെന്ന് നോക്കിയപ്പോൾ മറിച്ചാണ്ടായത്. അതേ അവസ്ഥ പ്രാവശ്യം ഉണ്ടാവും. ഇന്ത്യ ഭരിക്കും. അങ്ങനെ വരുമ്പോൾ രാഘവേട്ടന്റെ പ്രസക്തി കൂടുകയാണ്. അതൊക്കെ ഇപ്പോൾ ബാബുവേട്ടന്റെ ഒരു എന്താ പറയാ വിശ്വാസം അനുസരിച്ച് അല്ലെങ്കിൽ ഒരു ധാരണ അനുസരിച്ച് നിലപാടനുസരിച്ച് ഇന്ത്യ മുന്നണി മാത്രമല്ല ഞാനങ്ങനെ പറയുന്നത് നമ്മളെ വ്യക്തിപരമായ 2 ചർച്ച ചെയ്തുകൊണ്ട് പറയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സംഭവമാണെന്ന് വിചാരിക്കുക. അത് നമുക്ക് വേറെ ഡിബേറ്റ്, അത് നമുക്ക് മാറ്റി വെക്കാം. ഞാൻ പറയുന്നത് നമുക്ക് കോഴിക്കോട്ടേക്ക് വീണ്ടും തിരിച്ചു വന്നാൽ അങ്ങനെ ഒരു ഘടകം ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ഘടകം ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം. ഓക്കെ പറയും. അപ്പോൾ രാഘവേട്ടൻ കഴിഞ്ഞ 3 തവണയായിട്ട് MP ആണ്. സ്വാഭാവികമായിട്ടും ഒരു ഇന്ത്യ മുന്നണി ഇനി അധികാരത്തിൽ വരും എന്നുള്ള ഒരു പ്രതീതി ഇപ്പം നാട്ടിലുണ്ട്. അങ്ങനെ വന്നാൽ രാഘവേട്ടനായാലും വലിയ സ്ഥാനം ഉണ്ടാവും ആ ഇന്ത്യ മുന്നണിയിൽ, അതിൻ്റെ സർക്കാരിലൊക്കെ. സ്വാഭാവികമായും ജനങ്ങളെ മനസ്സിലൊക്കെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് രാഘവേട്ടൻ 15 വർഷം ചെയ്ത കാര്യങ്ങളും കഴിഞ്ഞ 5 വർഷം ചെയ്ത കാര്യങ്ങളും പ്രത്യേകമായിട്ട് ബുക്ക് അടിച്ചിട്ട് പ്രസിദ്ധീകരിച്ച് എല്ലാ വീട്ടിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാഘവേട്ടൻ നല്ല പുരുഷത്തിനിരിക്കുന്ന അല്ല, അക്കാര്യത്തിൽ ഇപ്പോൾ ഞാനും തർക്കിക്കാനില്ല. ഇപ്പൊ രാഘവേട്ടൻ കോഴിക്കോട് ചെയ്ത വികസന പ്രവർത്തനങ്ങൾ നമ്മുടെയൊക്കെ കൺമുന്നിലുണ്ട്. രാഘവേട്ടൻ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. രാഘവേട്ടന്റെ ഒരു ജനകീയ മുഖമുണ്ട്. ആര് സഹായത്തിന് അഭ്യർത്ഥിച്ചു കഴിഞ്ഞാലും രാഘവേട്ടൻ, പണ്ട് K മുരളീധരനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, രാഷ്ട്രീയം ഒന്നും നോക്കാതെ തന്നെ K മുരളീധരന്റെ അടുത്ത് ഒരാൾ സഹായത്തിന് അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യും. അത് ചെയ്ത് നമുക്ക് ഉറപ്പിക്കാം. അതേപോലെയാണ് രാഘവേട്ടൻ സ്ഥിതി. അങ്ങനെ കരീംക എന്ന് പറയുന്ന കോഴിക്കോട്ടെ കരുത്തൻ വന്ന് മുട്ടുമ്പോൾ ചെറിയ പരിചയമൊന്നും ഞാൻ കുറച്ച് കാണുന്നില്ല. എത്രയോ വർഷങ്ങളായിട്ട് പൊതുവേദിയിലുള്ള ആളാണ്. ഒരുപാട് കാര്യം പിന്നെ മന്ത്രിയായിരുന്ന ആളാണ്. 2 തവണ MLA ആയിരുന്ന ആളാണ്. ഒക്കെയാണ് രാജ്യസഭാ നിലവിൽ. ഇതൊക്കെ പറയുമ്പോഴും ടീംകയെ കുറിച്ച് പിന്നെ ആളുകൾക്ക് ഇപ്പോൾ, കാരണം വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ട് നമ്മുടെ ഈ മണ്ഡലത്തിലാണല്ലേ, ബേപ്പൂർ മണ്ഡലത്തിലടക്കമുള്ള സ്ട്രീറ്റ് കോമേഴ്സ് നിന്നില്ല. ഇവിടുത്തെ ഓട്ടുകളിൽ ആകെ പോയി. ഒറ്റ സ്ഥലത്ത് വളരെ കമ്പനി വന്നു. വ്യവസായങ്ങളാകെ തളർന്നു. VKCന്റെ ചെരുപ്പ് കമ്പനി ഒഴിച്ചാൽ ചിലപ്പോൾ ODCയും കുറച്ചുണ്ടാവും. ഒഴിച്ചാൽ ഈ മേഖലയിൽ ചെരുപ്പ് കമ്പനികളേ ഇല്ല. ഇപ്പോൾ നല്ല വ്യവസായ വകുപ്പ് മന്ത്രിയാണെങ്കിൽ അങ്ങനെയല്ലല്ലോ ഉണ്ടാവേണ്ടത്. തൊഴിലാളികൾക്ക് കോമൺവെൽത്ത് കമ്പനി, പിന്നെ കോഴിക്കോട് കോൺട്രസ്റ്റ് വലിയ ആരോപണം നേരിടുന്ന ആളാണ് കരീംക അക്കാര്യത്തിൽ. കാരണം അത് ഒരു പാർട്ടീൻ്റെ ടൂറിസ്റ്റ് സൊസൈറ്റിക്ക് അതിൻ്റെ സ്ഥലം കൈമാറി. അങ്ങനെ പിന്നീട് അത് ഇപ്പോൾ പിന്നെ സുപ്രീം കോടതി നടക്കുക ഉത്തരവ് വന്നിട്ടുണ്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ട്. ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. കമ്പനി തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ അയാളുടെ മേലുള്ള കരിനെല്ലാണ്.
അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പഴയ ഇമേജ് ഒന്നും കരിമുക്കില്ല. അതിന് മുമ്പ് മത്സരിച്ച ആൾക്കാരോ അതിനപ്പുറം ആൾക്കാരാ. പ്രദീപ് കുമാറാണെങ്കിലും പ്രദീപ് കുമാറിന് കുറെ കൂടി ഒരു ജനകീയ മുഖം ഉണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ പോവുകയാണ്. കരിമുക്കിനേക്കാൾ ജനകീയ മുഖങ്ങളായിരുന്നു പ്രദീപ് കുമാർ. അതിന്റെ അപ്പുറം വിജയരാഘവൻ, അതിൽ ഒരു സംസ്ഥാന ഇന്റർനാഷണലിലെ അഖിലേന്ത്യാ തലത്തിൽ ഫിഗറാണ് വിജയരാഘവൻ. റിയാസ് മദീനെ നമ്മൾ പറയാലോ, അത് തുടക്കാന്ന് വിചാരിക്കാം പോട്ടെ. അപ്പൊ ഇതൊക്കെ അതിജീവിച്ച രാഘവേട്ടന് ഇത് അതിജീവിക്കുന്നത് പ്രയാസമില്ല, നല്ല നിലക്ക്. അപ്പോൾ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം രാഘവേട്ടന്റെ വിജയം സുനിശ്ചിതമാണ് അല്ലേ? അതിന്റെ ഇടയിൽ ഈ എന്താ പറയാ, നമ്മുടെ BJP രമേഷിന്റെ ഒരു സാന്നിധ്യമുണ്ട്. പക്ഷെ കോഴിക്കോട് അങ്ങനെ ഒരു BJPയുടെ എ ക്ലാസ് മണ്ഡലോ ഒന്നും അല്ല. എങ്കിലും BJP വോട്ട് സമാഹരിച്ചാൽ അത് UDF ദോഷം ചെയ്യുമോ? UDF എന്ന് വെച്ചാൽ ഞാൻ UDF കൂടുതൽ പ്രാമുഖ്യം ഞങ്ങൾ സ്ഥാനാർത്ഥിക്ക് തന്നെയാണ്. UDF കൂടെ തന്നെ അതേ പ്രാമുഖ്യം സ്ഥാനാർത്ഥിക്കുണ്ട്. ഈ സ്ഥാനാർത്ഥിക്ക് BJPന്റെ ഭാഗത്ത് മാത്രമല്ല, പുറത്ത് നിഷ്പക്ഷരായിട്ട് ആൾക്കാരും ഒരു പക്ഷേ 85,000 വോട്ട് കിട്ടുമ്പോൾ CPM ഭാഗത്തുനിന്ന് പോലും വോട്ട് കിട്ടുന്ന ആളാണ്ടാകും. അപ്പോൾ BJPന്റെ ഭാഗത്ത് MT രമേശ് നല്ല സ്ഥാനാർത്ഥിയാണ്, പ്രകാശ് ബാബുവിനേക്കാൾ കൂടുതൽ നല്ല സ്ഥാനാർത്ഥിയാണ്. പിന്നെ മോദിയുടെ പ്രഭാവം അവർ നോക്കുന്നുമുണ്ട്. എന്നാൽ പോലും കേരളത്തിൽ പൊതുവെ BJPന്റെ പ്രകടനം, പിന്നെ ആളുകളുടെ ഭാഗത്തുനിന്ന് പ്രതികരണം വളരെ ദുർബലമാണ്. എന്തോന്ന് മനസ്സിലാവില്ല. ഒന്നുകിൽ BJPന്റെ പിന്നെ സംസ്ഥാന ഘടകത്തിന്റെ പോരായ്മയാണോ, അതല്ലെങ്കിൽ കേരളത്തിന്റെ അല്ല, എനിക്കൊന്ന് BJP അങ്ങനെ കോഴിക്കോട് അങ്ങനെ ഒരു എന്താ പറയാ അത്ര വലിയൊരു ശക്തി എന്നുള്ള രീതിയിൽ ശക്തിയല്ല. അത് നേരത്തെ അല്ല. കോഴിക്കോട് മണ്ഡലത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് തൃശ്ശൂരോ അല്ലെങ്കിൽ തിരുവനന്തപുരം ഒക്കെ പോലെ പത്തനംതിട്ടയൊക്കെ പോലെ ഒരു മണ്ഡലമല്ല. അല്ല, BJP ശക്താവുന്ന എപ്പോഴെന്ന് പറയും. ഇപ്പൊ BJPയുടെ ഒരു എ ക്ലാസ് മണ്ഡലം അല്ല, BJPയുടെ ഒരു മണ്ഡലം എന്നൊക്കെ നമ്മൾ പറയപ്പെടുന്നത് ഇപ്പൊ തൃശ്ശൂരോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് ആകുമ്പോ, അപ്പൊ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന ഒരു വിശ്വാസത്തിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതേപോലെ സുരേഷ് ഗോപി ജയിക്കും എന്ന് പറയുന്ന വിശ്വാസത്തിൽ വോട്ട് ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ അതേപോലെ കോഴിക്കോട് ഇപ്പൊ MT രമേശ് വിജയിക്കും എന്നുള്ള രീതിയിൽ അങ്ങോട്ടൊരു വോട്ട് വരില്ല അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു ഭീഷണിയല്ല. ആ ഭാഗത്ത് നിഷ്പക്ഷമായിട്ടുള്ള വോട്ടുകൾ വരുന്നതിൽ രമേശ് ഒരു തടസ്സമല്ല. അപ്പൊ നമ്മുടെ ചർച്ചയുടെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം രാഘവേട്ടൻ സേഫാണ്. യാതൊരു സംശയമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ വോട്ട് കൂടുക കുറയോ? കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് കിട്ടിയത് രാഘവേട്ടന്റെ ഒരു ഗ്രാഫ് ഉണ്ട്. രാഘവേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ പ്രാവശ്യം 832 വളരെ ചുരുങ്ങിയ വോട്ടിനാണ് ജയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 18,000 വോട്ടിലേക്ക് വരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 85,000 കയറുന്നത്. അപ്പൊ 1,00,000 മേലെ കയറോ എന്ന് പറയാനുള്ള ഒരു അല്ല, ഞങ്ങള് അല്ലാതെ യാഥാർത്ഥ്യങ്ങളും കാണാം. ഞങ്ങൾ പറയുന്നത് 1,00,000 മേലെ വോട്ടിന് ജയിക്കുന്നതാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ആ 85,000 കിട്ടിയാലും ഏറ്റവും നല്ല വിജയം. കാരണം ഏറ്റവും നല്ല വിജയം. അതിന്റെ ഇടയ്ക്ക് നമ്മൾ പറയാത്തൊരു കാര്യമുണ്ടേ, നമ്മൾ ഇത് പാർലമെന്റ് ഇലക്ഷനാണ്, ഒക്കെ ശരി തന്നെ. പക്ഷെ എങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അത് നിഷ്പക്ഷ പറയണം, ഇതിന് ഒരു പാർട്ടി ഭാഗത്ത് അല്ല. അതായത് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിന്റെ നയങ്ങൾ അല്ലെങ്കിൽ പരിപാടികൾ അത്രക്കൊന്നും ജനക്ഷേമകരമല്ല, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അതൃപ്തിയുള്ള കാര്യങ്ങളുണ്ട്, ഒരുപാട് അഴിമതി ആരോപണങ്ങളുണ്ട്. ഇതൊക്കെ രാഘവേട്ടനുള്ള ഒരു വോട്ട് ഗ്യാതറിംഗ് ആയി മാറില്ലേ? ചുരുക്കി പറഞ്ഞാല് ഈ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ഞങ്ങൾ ഓരോ വീടുകളിലും കയറുമ്പോഴും അത് ശരിക്കും പ്രകടമാകുന്നുണ്ട്. ആളുകൾ പിന്നെ ഞങ്ങളോട് വളരെ കാണിക്കുന്നു. എങ്ങനെയും ഈ സർക്കാർ ഒന്ന് പോയി കിട്ടിയാൽ മതി എന്നുള്ള അങ്ങനെ ഒരു മനസ്സ് ജനങ്ങൾക്കുണ്ട്. CPMന്റെ സംഘടനാ ശേഷിനെ ഞാൻ കുറച്ച് കാണുന്നില്ല. അതിപ്പം പിന്നെ ഞങ്ങളെ സംഘടനാ ശേഷിൻ്റെ വെക്കുമ്പോൾ 100% അവരായിരിക്കും കൂടുതലുണ്ടാവുക. എന്നാൽ പോലും ഇനി വേണ്ടെന്ന് പറഞ്ഞൂടാ, ഒരു ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ട് അലയടിക്കുന്ന വസ്തുതയാണ്. അതും കൂടെ രാഘവേട്ടൻ്റെ വിജയത്തിന് കാരണമാവും. നേരത്തെ ചർച്ചയിൽ പറയാനുള്ള കാരണം അതാണ്. ഒരൊറ്റ വാചകം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഇപ്പോൾ കോഴിക്കോടിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. കേരളത്തിൽ 20 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം UDF 19 മണ്ഡലങ്ങളിൽ വിജയം നേടി. ആരിഫ് ചെറിയൊരു മാർജിനാണ് ആരിഫ് രക്ഷപ്പെടുന്നത് ആലപ്പുഴയിൽ അല്ലേ? ഇപ്രാവശ്യം നമുക്ക് അതും കൂടി തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്ന് പറയുന്ന ഒരു പൊസിഷനിലാണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഒരു സംശയമില്ല, അതും കൂടി തിരിച്ചു പിടിക്കാൻ തന്നെയാണ്. 20 കിട്ടാൻ വേണ്ടി തന്നെ ഒടുവിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിനെ പിന്നെ വടകരയിൽ നിന്ന് ഷാഫി പറമ്പലിനെ ഇറക്കിയതും വടകരയിലുള്ള മുരളീധരനെ തൃശ്ശൂർ കൊണ്ടുപോയി വെച്ചതും. കാരണം 2 കാര്യം ഞങ്ങൾക്ക് അതിലുണ്ട്. തൃശ്ശൂര് ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചു വന്നത് സുരേഷ് ഗോപിയാണ്. അപ്പോൾ അയാൾ എതിർക്കാൻ ഞങ്ങളാണ് നല്ലതെന്നുള്ള നിലക്കാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. പക്ഷേ ഞാൻ ചോദിക്കാൻ കാരണം അപ്പൊ അങ്ങനെ ഈ മാറ്റം കൂടി വന്നപ്പോ ഒരു സംശയം വേണ്ട, 20-20 UDF. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഈ നമ്മുടെ സാധാരണ ഇടതുപക്ഷത്തെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീറ്റ്
പറഞ്ഞാൽ ചങ്ക് പൊട്ടരുത്. ഒരു പൊട്ടലുമില്ല. ഒന്ന് കണ്ണൂരാണ്. കണ്ണൂര് കെ സുധാകരൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അത്ര എന്താ പറയുക, അത്ര ഒരു ശക്തനായി മാറുന്നില്ല എന്നുള്ളൊരു സംഭവം. അപ്പോൾ കണ്ണൂര് എം വി ജയരാജൻ തിരിച്ചു പിടിക്കും. പിന്നെ വടകരയിൽ എന്തൊക്കെ ബോംബ് പൊട്ടിയാലും ശൈലജ ടീച്ചർ ജയിക്കുമെന്നൊക്കെയാണ് സഖാക്കൾ പറയുന്നത്. ഈ രണ്ടാണ് നമ്മൾ കോഴിക്കോട് ചേർന്ന് നിൽക്കുന്ന. ഞാൻ ആദ്യം വടകര ഷാഫി ഞങ്ങളൊരു യൂത്ത് ഐക്കൺ എന്താ പറയാ. അല്ല, അതിലൊന്നും സമ്മതമില്ല. അതിലൊന്നും നമുക്ക് ഒരു അല്ല, അതിലൊന്നും ഒരു എതിർപ്പില്ല. നമുക്ക് ശൈല ടീച്ചറെ പ്രസക്തി കുറച്ച് കാണാനില്ല. ടീച്ചറുടെ ഇടപെടലിനെ കുറിച്ചൊക്കെ നമുക്ക് വലിയ മതിപ്പാണുള്ളത്, ശരിയാ. പക്ഷെ ടീച്ചർക്ക് ഇന്ന് കോവിഡിൽ കാലത്ത് അവർ നടത്തിയിട്ടുള്ള വലിയ പ്രവർത്തനം ഒരു വലിയ രീതിയിൽ അവരെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ശേഷം ഉണ്ടായ അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് വന്നപ്പോഴാണ് അതിനകത്ത് അഴിമതിയെ സംബന്ധിച്ച് നോക്കിയപ്പോൾ എല്ലാം കുറഞ്ഞു പോയി. അവസാനം അവർ പറഞ്ഞാലും ഇതൊക്കെ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെന്നാണ്. ടീച്ചർ അവസാനം ഇങ്ങനെ ഒരു കണ്ണീർ കഥ പറയാനുള്ള കാരണം എന്തായിരിക്കും? ഇതുകൊണ്ട് തന്നെ പരാജയ ഇന്ന് അത് പിൻവലിച്ചു. അങ്ങനെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടില്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞെന്ന് പറഞ്ഞു. ഇന്ന് വന്നു അങ്ങനെ വീഡിയോ എവിടെയെന്ന് ആൾക്കാര് നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിട്ടില്ല പറഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് അത് പരാജയപ്പെടുന്നിടത്തുനിന്ന് ടീച്ചർക്ക് ഉണ്ടാവുന്ന ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അത് വെച്ച് ആളുകളെ സ്ത്രീകളെയൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ചെയ്തതാണ്. പക്ഷെ അതും പരാജയപ്പെട്ടു. അപ്പൊ ഏതായാലും വളരെ സന്തോഷം. അപ്പൊ നല്ലൊരു വിജയം വാവേട്ടൻ പ്രതീക്ഷിക്കുന്നു, UDF പ്രതീക്ഷിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും സംഭവിക്കും. ശരി, താങ്ക് യു.